ഇട്ടാലേ വരത്തുള്ളൂ. അഡ്മിനാണോ പൂച്ചയുടെ മുന്തല്ല നാച്ചുറൽ ഗായ് അല്ലേ? നാച്ചുറൽ ഗായ് വണ്ടി വെച്ച് ഞാനൊന്ന് അടക്കിട്ട് പറഞ്ഞു ഒരു അവന്റെ സ്വന്തം അവന്റെ ഉറ്റ തോടനാണ് അത് സെമിത്തേരിയിൽ അടക്കാൻ പോയത്. ചത്തത് ജീവനില്ല, അത് അടക്കാൻ കൊണ്ടുപോയി. കൊച്ചു അടിച്ച് തെറിപ്പിച്ചോണ്ട് കൊച്ചു വെച്ച് സേഫ് കൊണ്ടാത്തത് ഇവിടെ എത്തി കേട്ടാ പറന്ന്. എന്താ അതിന്റെ ലവറാ അത് ഇത്ര സ്നേഹത്തോടെ വിളിക്കാൻ? എനിക്ക് കണ്ടിട്ട് വിഷമം വരുന്നു. നീ എണീറ്റിട്ട് ആളെ സംസാരിച്ച് ഒക്കെ ആക്കിട്ട് വന്നാൽ പ്രശ്നമൊന്നുമില്ല. പണ്ട് ഇവൻ ഇങ്ങനെ ആയിരുന്നു. പണ്ട് ഇവൻ ഇന്റെ കണക്ക് ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങുമ്പോ പാവമായിരുന്നു. നിന്റെ ഗ്യാങ്ങിലായിരുന്നു? ഇവന്റെ പ്രശ്നം നിന്റെ ഗ്യാങ്ങിലായിരുന്നു? എനിക്കറിയാം ഇവന് പണ്ട്. തുണി വേണ്ട, തുണി വേണ്ട. ഇന്ന് എന്റെ ക്യാപ്ഷൻ ബാൻ മാറിയെന്നായിരുന്നു. ഒരു ബാനുണ്ട്, ബാൻ കിട്ടിയതാക്കിയാണ് വീണ്ടും ബാൻ കിട്ടിയതാക്കി ദൈവം പറഞ്ഞു. നീ അല്ലടാ, നീ അവന് എന്തൊരു ദൈവമാണ് എന്നോട് ദൈവം പറഞ്ഞത്. ആരെയും പിന്നെ ഇത്ര ദൈവത്തിനടുത്തേക്കാണേ ബ്രോ ഇമോട്ട് അതുകൊണ്ട് അതാണ് ദൈവം ഇറങ്ങി പറഞ്ഞത് ഏത് ഇമോട്ട് എടുത്തോന്നൊക്കെ. ചോദിക്കാൻ ആൾക്കാരെത്തിയല്ലോടാ, ചോദിക്കാൻ ആൾക്കാരെത്തില്ല. ബോഡി ഒക്കെ എടുത്തിട്ടോട് അവിടെ നിർത്താൻ പറ. എന്തിനും എടുത്തോണ്ട് ചുമ്മാരി ചോദിച്ചാണ്ട ആരും എടുത്തോണ്ട് ആരെന്ന് വെച്ചോണ്ട് നിർത്താം. ബോഡി എവിടെ നമ്പറ? ബോഡി ഇവിടെ ഇട്ടോ ബ്രോ. ബ്രോന്റെ കൂടെ ഉള്ളതാണെന്നാ ഓക്കെ. കൂട്ടുകാരനാണ് ചത്ത ബോഡി. സിറ്റുവേഷൻ ആണ് എന്താണെന്ന് അറിയാതൊന്നും വെറുതെ എടുത്തോണ്ട് പോകാതാ. അപ്പൊ കൂട്ടുകാരൻ വന്ന് വിളിച്ചു അല്ലേ? ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു കൂട്ടുകാരനൊക്കെ? നല്ല കൂട്ടുകാരനാണല്ലോ. എന്തൊരു നടക്കുന്നിടേ ഒരുത്തം വന്നിട്ട് വഴിയിൽ നിന്ന് എടുത്തിട്ടൊക്കെ പോണ്. അറിയാത്ത നൊമ്പരങ്ങൾ ആത്മാവിൽ ഞാനറിഞ്ഞു. നിങ്ങളെ പേരെന്താണ്? പേരെന്താ? പേരെന്താ ബ്രോ? പേരെന്താ? ഗോസ്റ്റ് കോഡ്. ആരാണ്? ഗോസ്റ്റ് കോഡിനെ എനിക്ക് ഇതിന് മുമ്പേ അറിയാം. ഇതിനൊക്കെ മുമ്പേ എനിക്ക് അറിയാം. എന്തൊക്കെയാ ഏതാടാ നീ ഇപ്പൊ ഗ്യാങ്ങിലൊക്കെ ഉണ്ടോ? ആണോ? അല്ല ഇപ്പൊ നീ ഏത് ഗ്യാങ്ങിലാ? അല്ല പണ്ട് നീ ഏത് ഗ്യാങ്ങിലായിരുന്നു? അതൊക്കെ ഏത് ഗ്യാങ്ങടാ? അങ്ങനെ ഗ്യാങ് ഉണ്ടോ? അല്ല അവൻ ടോക്കിയോ ആയിട്ട് പിണങ്ങി. പിന്നെ നീ അവനെ ടോക്കിയോ പറഞ്ഞാലും അവനൊന്നും ഇല്ല. സന്തോഷമാണ്. എടാ നിങ്ങൾ എന്തിനാ ടോക്കിയോ എന്താ ഇറങ്ങിയ? ഒത്തു പോകത്തില്ലാന്ന് തോന്നിയില്ലേ? നീ പഴയ കോസ്റ്റ് കോഡല്ലേ പണ്ട് മറ്റേ ടിഡിയോ ഒക്കെ കളിക്കാൻ വന്നോണ്ടിരുന്നത്? നീ അങ്ങ് മെച്ചോടായല്ലോ സംസാരമൊക്കെ. മൈക്കൊക്കെ മാറ്റി. ടോക്കിയോയിലല്ലടാ അവൻ അതിന് മുമ്പ്
സ്റ്റേഡിയം കളിക്കാനൊക്കെ വരുന്നു മറ്റേ ഇതില് KK ഇത്ര ഉള്ളണ ഈ ഓക്കെ ഹംസ ആ അറിഞ്ഞു ഹംസക്കുട്ടി അടക്കണമല്ലേ ഇതങ്ങ് മറന്നേരാ മറങ്ങി തലയിറങ്ങി വീഴുന്നില്ലേ ഇതങ്ങ് മറന്നേരാ എന്തിനാണെന്ന് മനസ്സിലാക്കണമല്ലോ ഹംസ നീ ഗ്യാങ്ങിൽ ഇറങ്ങിയോടാ നീ ഗ്യാങ്ങിൽ ഇറങ്ങിയോടാ നമ്മളെ ഇത് നമ്മളങ്ങ് വിടുവാണ്. നീ ഏത് ഗ്യാങ്ങിലോട്ട് കയറാനാ നമ്മളെ plan? വിട്ടു നമ്മളൊക്കെ വിട്ടു നമ്മളെ വിട്ടു നമ്മളെ എന്തായാലും വരില്ല അല്ല നീ ഏത് ഗ്യാങ്ങിലോട്ട് കയറാനാ plan? വിട് ഇല്ല അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ അവരെന്തെങ്കിലും ചെയ്തോട്ടെ വിട് സംസാരിച്ച കഴിഞ്ഞത് വിട് ആ ബ്രോ നിങ്ങൾ വിട്ടോ ഒരു advice തരാടാ ഹംസ. വിട്ടോ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഏതായാലും പട്ടിണി തിരുത്തി പോയി കയറല്ലേ അല്ല പറഞ്ഞതാണ്. പോട്ടെടാ അമാരായിട്ടൊന്നും പറഞ്ഞില്ലടാ പിന്നെ ഞാൻ ചൊറിഞ്ഞതല്ല. അല്ല ഞാൻ പറഞ്ഞാണ് അല്ല ഇനി വേണ്ട വിട്ടേരാ മനസ്സിലായി അമാരായിട്ട് ചോറ് ചിലപ്പോ മനസ്സിലായില്ലേ അമാരെ ഓൾറെഡി ഒറ്റ ഗ്യാങ്ങിന്നൊക്കെ അറിയാം ഷോ ആയിട്ടിരിക്കും നമ്മൾ വെറുപ്പിക്കണ്ടാവും. അണ്ണ ഞാൻ കൊന്നത് അന്ന് അണ്ണനെ കൊന്നത് എനിക്ക് മനസ്സിലായി ഓക്കെ അത് കഴിഞ്ഞല്ലേ ഇനി വീട് അത് കഴിഞ്ഞ് കൊന്നു കഴിഞ്ഞപ്പോ അത് തീർന്നു. ഞാനോ പറഞ്ഞു കഴിഞ്ഞത് ഇവിടെ വെച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞത് മനസ്സിലായോ? അത് പക്ഷെ ഞാനല്ല കൊന്നത് തുനിയാണ് വന്ന് കൊന്നത്. അത് വേറെ മനസ്സിലായി നടക്കണ്ടേ മച്ചാനെ കുറച്ച് നേരമായി ടിറ്റാജി പ്രശ്നം ആയിട്ടാ നാളെ മാച്ച് വരുന്നല്ലേ നാളെ ഒരു ഓക്കെ ചന്ദ്ര അഞ്ച് ഒരു ദിവസം പോയിട്ട് വരാം. പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. ഇപ്പൊ നമ്മുടെ എന്തൊരു പോയി സംസാരിക്കുന്നത് അത്രേ ഉള്ളു. ശരിടാ ഓൾ ദ ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ ജേർണി. ഓക്കെ പോയിട്ട് ശരി. കണ്ണാപ്പി നീങ്ങുന്നതാണ് നീ എന്തിനാണ് പറഞ്ഞവരുടെ അടുത്ത് പോകും ആരാണ് ഞാനാ? നീ അവനെന്തിനാ ഞാനാണ് ഞാൻ പറഞ്ഞ ഇതുപോലെ HFP ഇറങ്ങിയതിനു ശേഷം അവന് നന്നായി SR ശേഷം നീ അതുപോലെ ഒരു നല്ല ഗ്യാങ് വരൂടാ. നിന്നെ ഇപ്പൊ വെറുക്കുന്ന ആൾക്കാരെ സ്നേഹിക്കും. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ജേർണി എന്ന് പറഞ്ഞാ വിട്ടത്. ഹംസനല്ലേ അണ്ണാ ഹംസക്കുട്ടി എടുത്ത് ചന്ദ്രചന്ദ്രൻ പോസ്റ്റിന്റെ മണ്ടയിലേക്ക് ഇറങ്ങിയത് കഴ മാറ്റാനാ. എന്റെ കാലിന്റെ ഇടയിൽ പോയി പോസ്റ്റ് പകുതി പോസ്റ്റ് കാണുന്നില്ലായിരുന്നല്ലോ. പോസ്റ്റ് വിഴുങ്ങി അച്ഛൻ മാത്രം കാണാം. അച്ഛൻ മാത്രം കളിക്കുന്നവനെ നീ മിണ്ടാണ്ടിരിക്കണം. ഹംസ ചന്ദ്രയൊക്കെ വിട്ട ഇപ്പോഴും മനസ്സിൽ കൊണ്ടിറക്കിയാണ് ഹംസ നമ്മളവിടെ നിന്നപ്പോ കൊറേ ഊമ്പിത്തരം കാണിച്ചായിരുന്നു. അതിന് ഞാൻ സോറി പറയാനാ വന്നത്. എന്റെ ഭാഗത്തുനിന്ന് കാണിച്ചല്ലോ ഊമ്പിത്തരത്തിന്. നിങ്ങൾ ഊമ്പിത്തരമല്ല നീ കാണിച്ചത്. അതിനും അതൊന്നും ഒരു സീനില്ല നമുക്ക്. നമ്മളിതൊക്കെ അപ്പോഴേ അപ്പൊ വിട്ടു പോകുന്ന കാര്യങ്ങളാണ്. നമ്മളൊക്കെ പുറത്ത് ഇതൊന്നും കണ്ട് അങ്ങനെ മറ്റേ ശത്രുത എന്ന് വെച്ചോണ്ട് നടക്കുന്ന മൈൻഡ് സെറ്റ് ഒന്നുമല്ലടാ. നമ്മള് മനുഷ്യരൊക്കെ തന്നെ അല്ലടാ. ഇന്നോ നാളെ പറഞ്ഞല്ലടാ നീ ഞാനൊക്കെ ജീവിക്കുന്നത്. മനസ്സിലാവാൻ തുടങ്ങിയ നമ്മുടെ വയറ്റിലെ തീട്ടത്തിന്റെ ബലത്തിലല്ലടാ നമ്മൾക്ക് കണ്ണാപ്പി ഞാൻ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നു ഉണ്ടച്ചി. അംസാടാ ഏതെങ്കിലും നല്ല അയലക്കാരെ സെറ്റ് ആവണം. അംസ ആ ലോല HF സാമാനം എന്നൊക്കെ പറഞ്ഞു നടന്നവൻ നന്നാക്കി നിന്നെ ഇപ്പൊ വെറുക്കുന്നവർ ഇനി സ്നേഹിക്കണം അതിനെ. അത് സത്യമാണ്. കണ്ണാപ്പിയൊക്കെ TV വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു മറ്റേ സുമതി അമ്മായിയോടെ നടന്ന് അടിയുണ്ടാക്കി നമ്മളോട് മറ്റേ ലോകത്തിലുള്ള മറ്റേ വാസുവിന്റെ തെറിവിളി കേട്ട് മറ്റേ തന്തയ്ക്കുളിയും കേട്ട് നടന്നാണ്. എന്നിട്ട് TV കയറിപ്പോ എന്തായി ഇപ്പൊ എല്ലാരുമായിട്ട് കമ്പനിയായില്ലേ അതേപോലെ തന്നെ ഇപ്പൊ വേറെ ഗ്യാങ്ങിന്റെ തന്തയ്ക്കുളിയാക്കുന്നത് അതാണ് ഇപ്പൊ വേറെ ഗ്യാങ്ങിന്റെ തന്തയ്ക്കുളിയായിട്ട് നടക്കുന്നത്. എനിക്ക് സന്തോഷം തന്നെയാണ്. അവന് മനസ്സിലായല്ലോ അവൻ കാണിച്ചു ഊമ്പിത്തരം. അത് മതി എണ്ണ. അല്ലല്ല അത് പറഞ്ഞോടാ നീ ഇടക്കിടക്ക് ഇനി എടുത്ത് പറയണ്ട. അത് നിങ്ങളെ ഗ്യാങ്ങിന്റെ അടുത്ത് ഉള്ള കമ്മിറ്റ്മെന്റ് പുറത്ത് കാണിച്ചു. അതങ്ങനെ മനസ്സിലായില്ലേ നമ്മളൊരു സ്ഥലത്തേക്ക് അവിടെ കമ്മിറ്റ്മെന്റ് കാണിച്ചു. അത് കുഴപ്പമില്ല. അത് പറ്റിപ്പോയി. അത് വിട്ടു. നമ്മള് സംസാരിച്ചു കളഞ്ഞു. അത്രേ ഉള്ളൂ. നല്ലോണം സംസാരിക്കണം. നമ്മള് നല്ലോണം സംസാരിക്കാൻ
ആ. മറ്റേ സ്റ്റേറ്റ്മെന്റ് വിടരുത്. അവരെ എവിടെ കണ്ടാലും അടിക്കണം കേട്ടോ. ആ അതൊക്കെ അത്രേ ഉള്ളു ഇത് അത്ര ഉള്ളടാ അത്രേ ഉള്ളു. ആ സ്റ്റേറ്റ്മെന്റ് ഇത്ര ഉള്ളടാ കോസ്റ്റോടെ മനുഷ്യനിൽ നിന്ന് ഒരാളെ മൈരനിലേക്ക് മാറ്റുന്ന ചില ഏത് ഗ്യാങ്ങുകളാണ്. യൂണിവേഴ്സ് എന്നല്ലേ ചിന്തിക്കുന്ന സീടെ മനസ്സിലായോ? നമുക്ക് കോസ്റ്റോടെ അങ്ങനെയൊന്നും ഇല്ല ബ്രോ. നമുക്ക് സോറി കോസ്റ്റോടെ കേട്ടോടാ. ഓ പറ. പക്ഷെ വേറെ ഗ്യാങ് കയറുമ്പോ ബ്രോ പെട്ടെന്ന് വീണ്ടും നമ്മളെ പഴയ കാര്യം ഓർത്ത് വെച്ചിട്ട് വീണ്ടും അതിന്റെ വെറുതെ എടുക്കരുത്. അത്രേ ഉള്ളൂ. അപ്പോഴും എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കണം. നമ്മളെല്ലാരും ഇങ്ങനെ തന്നെ ഇനി നടക്കത്തുള്ളൂ. നമ്മള് സിവിലിയൻസ് നല്ല ഗ്യാങ്ങിലൊക്കെ കേറണടാ. നാളെ വരും ട്രിപ്ലക്സ് മാരൊക്കെ വരും. ഓക്കെ കേറണടാ. നിങ്ങള് നന്നായി കണ്ടാ മതി. നമുക്ക് അത്ര ഉള്ളടാ. ATV ഓൾ ദ ബെസ്റ്റ് എന്നാണല്ലേ ഗ്യാങ് എന്താന്ന് വെച്ചിട്ട് ആ ചന്ദ്ര കണ്ണാപ്പിട മറ്റേ നേരത്തെ പാട്ടിന് ഉണച്ചല്ലേ ആ. ക്ലിപ്പ് ഇറങ്ങി സ്ലോട്ട് വെക്കണേ. ആടാ. അവന് ക്ലിപ്പ് ഇറങ്ങിയാ ഏത് മറ്റേ പാട്ടിട്ടോന്റെ അവൻ തന്നെ എടാ അത് അപ്പൊ സംഭവം റീസൺ മനസ്സിലായില്ലേ? റീസൺ മനസ്സിലായില്ലേ? സ്പൈക്ക് എന്ന് പറഞ്ഞിട്ടാടാ. ഉണ്ട് സ്പൈക്ക് ഉണ്ട് പിന്നെ റെക്സ് ഉണ്ട് ഇറങ്ങി. പറയാ റെക്സ് ഉണ്ട്. നമ്മൾ അങ്ങോട്ട് കാണിക്കണ കമ്മിറ്റ്മെന്റ് നമുക്ക് ഇങ്ങോട്ട് സംഭവം പറഞ്ഞുതരാടാ. മനസ്സിലായില്ലേ? നമ്മളൊരു 5 പേര് ഇറങ്ങി ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം കണ്ണാപ്പി. മനസ്സിലായില്ലേ? ഇപ്പൊ വാറ് വരുമ്പോഴത്തേക്ക് മനസ്സിലായടാ. ഇനി ഇവരെ മാറ്റിയിട്ട് മനസ്സിലായില്ലേ? ഇനി വേറെ 5 പേരെ വേണം. മനസ്സിലായില്ലേ? കളി വേറെ 5 വേണം. അതിനാണ് ഇല്ല, അങ്ങനെ കിട്ടൂല ബ്രോ. അങ്ങനെ കിട്ടൂല. നമ്മുടെ ഹെൽപ്പർ നമുക്ക് തന്നെ ഉള്ളൂ. അത്ര ആ കോൺഫിഡൻസ് വേണം. നീ ജീവിതത്തിൽ രക്ഷപ്പെടാ. ഇങ്ങനെ മൈക്ക് ഓൺ ആക്കാതെ കളിപ്പിക്കുന്നവരെയൊക്കെ വെച്ച് കളിപ്പിക്കാനൊക്കെ പറ്റും. മനസ്സിലായി? മൈക്ക് ഓൺ ആക്കാതെ മിണ്ടാതെ കളിക്കുന്നവരെയൊക്കെ വെച്ച് കളിപ്പിക്കാനൊക്കെ പറ്റും. അല്ലല്ല ടിവിയെ വാറിന് മുന്നേ ഇല്ലേ ഗോസ്റ്റ് കുട്ടാ. വാറ് കഴിഞ്ഞപ്പോ ഗോസ്റ്റ് മൈരൻ. വാറും കളിച്ച് വാറില് 2-3 ബിക്കും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് പൊക്കോ ടാറ്റ. നിന്നോട് കളിപ്പിക്കാത്ത സൗകര്യം. മാർക്ക് എന്തോ കാര്യമായിട്ട് കിട്ടി. സത്യം പറഞ്ഞ ഒരു മനുഷ്യനെ മയരനാക്കുന്ന ഒരു ഗ്യാങ് ആണ് അല്ലടാ. സത്യം 100%. ഞാൻ ഇപ്പൊ യോജിക്കുന്നു. നല്ലപോലെ അറിയാം. എന്തൊക്കെ നിങ്ങളെ ട്രിപ്ലക്സ് വീണ്ടും ചത്തൊന്നും തരടാ. ട്രിപ്ലക്സ് കേട്ടാ. 100%. പക്ഷെ സത്യം പറഞ്ഞാലാണ് ആ ഗോസ്റ്റോഡിന്റെ ആ ഒരു സംസാരത്തിൽ തന്നെ ഒരു വിഷമം ഉണ്ടെണ്ണ ആ ഗ്യാങ്. എനിക്ക് ഒരു വിഷമമില്ല. ഞങ്ങൾ പൂർണ്ണ സന്തോഷത്തോടെയാണ് ഇറങ്ങിയത്. ഞങ്ങളായിട്ട് ഇറങ്ങിയത് ഇറക്കി വിടാത്ത പട്ടിന്റെ മരണം തീർന്നല്ലോ. ഞാൻ കിടന്ന് ചാടുമായിരുന്നു ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിയപ്പോ. അല്ല ഗോസ്റ്റോടൊക്കെ വാറടിക്കുമ്പോ കിട്ടാത്ത സങ്കടമായിരുന്നു ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിയപ്പോ ഗോസ്റ്റോടിന്. സത്യം സന്തോഷം മൈരേ. മാറ്റി പറയാ. അതാ പറഞ്ഞ വിളിച്ചാണ്ടായിരുന്നു ഗോസ്റ്റോട്. ഇപ്പൊ നിനക്ക് എന്റെ കൂടെ ഇറങ്ങി വന്നോണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായില്ല. സത്യം പെരുവഴിയാക്കല്ലേടാ അംസായിവരെ. ഇല്ല ഞങ്ങളൊരു 5 പേര് എല്ലാരും കൂടി ഒരുമിച്ച് അങ്ങ് സിറ്റിസൺ വിളയാക്കാം. മതിയാടാ മതി. അത് മതിയാടാ. You want in life, Amsa. You want in life. You want respect എന്നൊക്കെ. Oh, you want. ഇല്ല, വാറടിക്കുമ്പോ അവന്റെ തെറിയും കേൾക്കണം. അവൻ പിക്കും എടുക്കത്തില്ല. തൊണ്ടയില് ശബ്ദം വരുന്നവനാണോ? ഡയലോഗാണ് അതൊക്കെ. നമ്മളൊരു 5 പേരുള്ളതുകൊണ്ടാണ് ആ വാർ ജയിച്ചതെന്ന് ഞാൻ പറയത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കിനും മറ്റെന്തുവായിരുന്നു എല്ലാവരും എടുക്കൂല. ഇനിയിപ്പോ കുറച്ചാളത്തേക്ക് എടുക്കൂല. ഇനിയിപ്പോ സസ്പെൻഷൻ കഴിഞ്ഞാലും എടുക്കൂല. ഇനിയിപ്പോ പേടിയാ. ആളില്ല. അത് നമ്മുടെ അടുത്ത് ആളില്ല. ഇനി ആളില്ല. അടിക്കാനായിട്ട് ആളില്ല. ഇനിയിപ്പോ SRR എന്നൊരു 2-3 വിളിക്കണം. നിങ്ങള് കൂട്ടല്ലായിരുന്നടാ. പിന്നെന്തൊക്കെ അവർക്ക് എന്തായാലും കിട്ടി പണി കിട്ടി കാണണം അവർക്ക്. അതുകൊണ്ടല്ലേ അവര് ഇറങ്ങിയത്. ഒരു അനുഭവം കിട്ടുമ്പോഴല്ലേ നമ്മൾ ഇറങ്ങുള്ളൂ എല്ലായിടത്തും. നമ്മൾ ഒറ്റ അനുഭവത്തിൽ നമ്മളെ കാര്യം പിടിച്ചു. ആ വാറ് കഴിഞ്ഞപ്പോഴത്തേക്കിനില്ലേ അവന് കോൺഫിഡൻസ് ആയി. ഇനിയിപ്പൊ ആരെ അടിക്കാന്നുള്ള എന്റെ ഒരു കോൺഫിഡൻസ്. ഇനി ആരെ അടിക്കുമാരുള്ളോണ്ടെന്നൊക്കെ പറഞ്ഞങ്ങ് ഒരു ഭരണമാണ്. കളിക്കാനും അറിയത്തില്ല. അവന്റെ ഭരണവും കേട്ട് അവിടെ ഇരിക്കണം. സാധാരണ കളിക്കാറിയാൽ ഇപ്പൊ ലീഡർ ആണെങ്കിലും മാറി കൊടുക്കുമല്ലോ. ലീഡർ ആണെങ്കിലും കളിക്കാറില്ല മാറി കൊടുക്കുമല്ലോ. പക്ഷെ ഇങ്ങനെ അങ്ങനെയല്ല. ഇങ്ങനെ കളിക്കണം. കളിക്കാറില്ലല്ലോ. ഇതൊരു പ്രത്യേകമാണ് സംഭവം. എനിക്ക് കാര്യം പറ്റില്ല. അവന്മാരെ പോയിന്റ് പറഞ്ഞു കേട്ടാ. നീ വാറ് കളിക്കണ്ടെന്ന് പറഞ്ഞു കേട്ടാ. കാര്യം പറഞ്ഞു കേട്ടാ.
അവര് കാര്യം പറഞ്ഞു നീ കളിച്ചു വാറ് ജയിക്കത്തില്ലോ കാരണം അത് കഴിഞ്ഞേ നമ്മളെ വാറ് കഴിഞ്ഞ് പിന്നെ ഉള്ള വാറെല്ലാം ഇവർക്ക് മനസ്സിലായില്ലേ ഇവര് മറ്റേ ഇവർക്ക് ഇവര് തോക്കേണ്ടേ അപ്പൊ ഇവര് കാര്യം പറഞ്ഞു മനസ്സിലായില്ലേ അത് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് ഫീലായി. ഇതില്ലേ ലൈനപ്പില് എല്ലാരും അടിക്കണം പ്ലേയേഴ്സ് ആയിരുന്നു എന്തായിരുന്നു നിങ്ങളുടെ വാറ് വരുന്ന സമയത്ത് അടിക്കണ സമയത്ത് മറ്റേ 15 പ്ലേയേഴ്സ് ഫുള്ളാവും. ഫുള്ളാകുമ്പോഴത്തേക്കിനും ഡെക്ക് ചോദിക്കും ആരൊക്കെ മാറണമെന്ന്. ഇവനങ്ങ് മാറിയാ പോരെ കളിക്കാൻ. നല്ലോണം മാറ്റാൻ ഇവൻ ഡെക്കൂനെ പറ്റിയാണ് ഇപ്പൊ കുറ്റം പറഞ്ഞത്. ഇനി കഥ കേട്ടില്ല. 15 മിനിറ്റ് മിസ്സായി പോയി. അതൊന്നും കേൾക്കണമായിരുന്നു. 15 മിനിറ്റ് ലേറ്റ് ആണ് നീ പറഞ്ഞു ബാക്കി പറ. എന്നാ പറയാനാ അവൻ പറയാനുള്ളതെല്ലാം പറയടാ മനസ്സിലായില്ലേ. അതെല്ലാം പറഞ്ഞടാ. അവന്റെ അവസ്ഥ അവനല്ലേ അറിയൂ അല്ലേടാ. പയ്യൻ വേറെ കുഴപ്പമില്ല നടന്നിട്ട് പണ്ട് മനസ്സിലായില്ലേ. ഈ ഗ്യാങ് കയറി ഇവ അങ്ങനെ ഒത്തിരി ടോക്കിയോ ഒത്തിരി സംസാരിക്കുന്നവനല്ല. ഇവൻ എന്തിനാണ് സംസാരിച്ചത്? ടോക്കിയോ കയറി അന്വേഷിച്ചോളൂ മനസ്സിലായി എല്ലാ പേരൊക്കെ. അന്ന് ഡെക്കൂനെ കൊന്നിട്ട് ഇമ്മാരാട്ടാ രാത്രി കേറി വന്ന അത്ര സിറ്റുവേഷൻ. സത്യം അത് ശരിയാണ്. അതെ അമ്മമാരെ കൊണ്ട് ചോദിക്കാവുന്ന പയ്യന്മാരിപ്പാരായിരുന്നു. അമ്മമാർക്കാണ് തെറിവിളി എല്ലാ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായത്. അത് ശരിയല്ലേ അന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഇവർക്ക് വേണ്ടി കയറി വന്നത് നിങ്ങളാണല്ലേ അത് രാത്രി സിറ്റുവേഷൻ വേണ്ടിട്ട് നമ്മളടുത്ത്. ആ അന്നത്തെ എന്റെ ഞാൻ ഇറ്റാച്ചൊക്കെ വന്നപ്പോ അടിച്ച് നിങ്ങളല്ലേ. എന്നിട്ട് നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾ തന്നെ എന്താ വെളിയിൽ പോയാ അതൊക്കെ എന്തൊരു അതില് ഹംസക്കുട്ടിയുണ്ട് വേറെ രാത്രി ലാസ്റ്റ് സിറ്റുവേഷൻ ഓർമ്മയില്ലേ. ലാസ്റ്റ് സിറ്റുവേഷൻ ഓർമ്മയില്ലേ രാത്രി നമ്മളവിടെ അതെന്തൊരു സംഭവം നിങ്ങൾ ചെയ്യാൻ അടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അത് മനസ്സിലായി. കുറ്റബോധം കാര്യം പറയട്ടെ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഇല്ലേ നമ്മളൊക്കെ ഒരു പച്ചയ മനുഷ്യരെ കുറ്റബോധം 100%. നിനക്കിനിപ്പോ ഇന്നിപ്പോ നീ വിതയപ്പോ നിനക്ക് ഡിസ്കൗണ്ടിൽ വിളി വരും കേട്ടാ. ഡിസ്കൗണ്ടിൽ PM അത് മറ്റേ സൗണ്ട് ബോർഡ്. ഓ ആ സൗണ്ട് മറ്റേ നാളെ ഇവിടെ ഡെക്കുരിക്കും. ഇവരെ പറ്റി ഡെക്കുരിക്കും പറയാൻ പോണത്. ആരും കേക്കാം അവനുണ്ട് അവന്റെ അവനുണ്ട് നാല് അവന് CA മറ്റേ ഇന്നൊരു കൊച്ചിയർക്കുണ്ടായിരുന്നു. അതന്നെ അവരുടെ 10ാം ക്ലാസ് ഫെലിക്സ് ടഫായി. ഞാനൊരു കാര്യം പറയാം. അവരെനിയില്ലേ ഞാൻ പറയാം 3 പേരെ അടിക്കണ പ്ലേയേഴ്സ് ഉള്ളു. നിങ്ങൾ അങ്ങ് കയറി അടിച്ചോ. എടാ നമുക്ക് അവരുടെ 15 പേരുണ്ടായിട്ട് പോലും അവന്മാരെ ഒന്നും നടക്കത്തൊന്നുമില്ലടാ. ഇങ്ങനെയോ ആ വാർ ജയിച്ചതാണ് മനസ്സിലായ. ആ വാർ ജയിക്കാനായിട്ട് മെയിൻ ആയിട്ടുള്ള കാര്യം സെർജിയോ ആണ്. ഇനി സെർജിയോയും എല്ലാ കണ്ടുകളും മറ്റേ സസ്പെൻഷൻ തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാടാ. ആ വാർ കഴിഞ്ഞിട്ട് പിന്നെന്താ പിന്നെ അടുത്ത 2 വാറ് തോറ്റത്. പിന്നത്തെ വാറ് തോറ്റ എന്തിനു പറ്റി? ഇല്ലില്ല അത് ഞാൻ പറഞ്ഞില്ലേ സെർജിയോ ഉള്ളോണ്ടാണ് കുറച്ച് വാർക്ക് ജയിച്ചു പോയത്. പുള്ളി ഇറങ്ങി പോയി. കട എടുത്താണോ സത്യം പറഞ്ഞ? കട എടുത്തല്ല എന്താ പുള്ളി ഡെക്കുവിനോടുള്ള കമ്മിറ്റ്മെന്റ് കാരണം നിന്നാണ്. പിന്നെ ഇവിടെ എന്തായിരുന്നു വേറെ ഈ SRR എന്തായിരുന്നു പുള്ളിയെ വിളിച്ച് പുള്ളി പോയി. പുള്ളി പണ്ട് പോലെ ഉള്ള മറ്റേ TMGയുടെ കോലീഡർ. എനിക്കറിയാം സർജിയോനെ നമുക്ക് അറിയാം. ഇങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ അല്ലാതെ ടോക്കി നമ്മളന്ന് ഞാൻ ഈ മാസം ഗ്യാങ് ഹൗസ് കാണാൻ പോയിട്ട് ടോക്കിയോ ഓർമ്മയുണ്ടാവണം. അതായിരുന്നു പ്രോപ്പർ ടോക്കിയോ. അത് ടോക്കിയോ മാഞ്ചാടാ. ഇത് ടോക്കിയോ മരിയാനോ വേറെ കുറച്ച് പേരൊക്കെ അതിനകത്തുള്ളൂ മനസ്സിലായി. അവിടെ നിന്ന് 1-2 പേരൊക്കെ ഇവിടെ ഉള്ളൂ. അതിലെ കുറെ പേരൊക്കെ ഉണ്ടല്ലോ ഇതിലും. ഇല്ലില്ല അതിൽ ആകെ 3 പേരുണ്ടായിരുന്നുള്ളൂ. ആ 3 പേര് ഇപ്പൊ ഇറങ്ങി. ഒന്ന് ഞാന് ഒന്ന് ഇവര് മറ്റേ ഹംസു സ്പൈക്ക് പിന്നെ റക്സ്. ആരും വിശ്വസിക്കരുതെന്ന് നമ്മളതിനൊന്നും പറഞ്ഞില്ലല്ലോടാ. അവരെ സെലക്ഷൻ പറഞ്ഞു നമ്മളിപ്പോ അതെന്താടാ അങ്ങനെ വർത്താനം നീ എനിക്ക് വേണ്ടി താങ്ങിയില്ലേ? അടിക്കട നീയാ ഞാനാ ഇരിക്കുന്ന ഞാനാ. എന്റെ അഭിപ്രായം നമ്മളിനി ഇടി തൊട്ടാണ് ബി ലൈക്ക് ഡെക്കുണ്ടായിരിക്കണം. എന്തിന് അങ്ങനെ ആവുന്ന എന്തിന്? ഇനിയില്ലേ പുള്ളി റേഡിയോയിൽ അലയ്ക്കുമ്പോ ഇല്ല കേക്കാൻ 4-3-7 പേരെ കാണത്തുള്ളൂ. ബാക്കിയുള്ള ആ വാറ തോറ്റത് നമ്മളതിലെ മിസ്റ്റേക്കുകളോട് കൊണ്ടാണ്. നമ്മളതിലെ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് നമ്മളെ ഒരു വണ്ടി അവിടെ കുത്തിയില്ല. നമ്മളിപ്പോൾ എല്ലാവരും കുത്താൻ പറഞ്ഞ ഒരു കുത്തിയില്ല. അതുകൊണ്ട് മാത്രം ഉണ്ടായത് നമ്മളെല്ലാവരും കുത്തി നമ്മൾ കുത്തി അത്ര. പക്ഷെ പല കള്ളത്തരങ്ങളും പൊക്കുന്നുണ്ട്. കൊച്ചു കഥയൊക്കെ പറഞ്ഞ് കേട്ടോണ്ടിരിക്കുക. നമ്മളെ കുറച്ച് പീസാ ഇത് ഒരു പീസിനെ കുറിച്ചാ ഒരൊറ്റ പീസാണ് ലോകത്തൊരൊറ്റ പീസേ ഉള്ളൂ. അങ്ങനെ
ഹംസ വലിഞ്ഞോടാ. ഹംസ ഇവിടെ ഉണ്ടോടാ? ഇനി രാത്രി നിങ്ങള് സിറ്റിസണായിട്ടൊക്കെ നടന്ന ചിലപ്പോ രാത്രി വന്ന് മറ്റേ ആരിക്കടൊക്കെ വന്ന് അടിക്കും കേട്ടാ. നമുക്ക് ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ അവരെക്കാട്ടി കൂടുതൽ നമ്മളുണ്ടത് ഇപ്പൊ. പറടാ. ഡെക്ക് വന്ന പുഴുത്തു അവനെക്കാളും ഗൺപാറുള്ള 7 പേര് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളിപ്പോ 7 പേര് ഇറങ്ങി അവിടെ നിന്ന്. ഓ 7 നിങ്ങളെ അവിടെ ആരൊക്കെ നിങ്ങളെ അറിയത്തില്ല. ഞാൻ വിളിച്ചപ്പോ എന്നോട് ഗോസ്റ്റിയോട് വന്ന എന്റെ പുറകെ എല്ലാരും ഞങ്ങളൊരു ആർമി ആയിട്ട് അല്ല നിങ്ങളപ്പോ ആരൊക്കെ ഇറങ്ങി അവിടെ ആരൊക്കെ? ഞങ്ങള് ഒരു പെയിൻ കാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു തമിഴുണ്ട്. പുള്ളിയുണ്ട്, ഞാന്, ഗോസ്റ്റോഡ്, റെക്സ്, സ്പൈ, ഡബ്ല്യു കൂളർ പറയണ, പിന്നെ നോവ നോവ. ഇവരാരും ഞാൻ ചാറ്റിടൊന്നും കണ്ടിട്ടില്ല. ഇല്ല പ്രശ്നം മൊത്തം ഉണ്ടായത് മറ്റേ പേരായിരുന്നു. മറ്റേ വണ്ടിയുള്ള വേണ്ടല്ലേ ഫെലിക്സ് ടെസ്വായി ആയിരുന്നു. മറ്റേ വള്ളി ടെസ്വായി ആയിരുന്നു. അവനൊക്കെ ഇനി പുറത്തുണ്ട പണിക്കോ ഒന്നുമില്ല. നമ്മള് തന്നെ ഇപ്പൊ ഫെലിക്സിനെ അടിക്കാൻ വേണ്ടായിരുന്നു വന്നത്. ഇവനെ കൊന്നു എത്തിച്ചേന്. ഇവരൊക്കെ പറയുന്നത് എനിക്ക് അറിയാൻ ഇതൊക്കെ അമ്മാർക്ക് നമ്മളിപ്പോ അവന്മാരെ അടിച്ചു കേട്ടത് ഹെൽമെറ്റ് ഇല്ലാത്ത വയ്യനെ മൂവ്മെന്റ് ഇട്ട് അടിച്ചിട്ട്. ഗോള അത്ര ഉള്ളു ഗോള് പൈമ്പ്രോ അത്ര ഉള്ളു പൈമ്പ്രോ. 5 ഗോളോടെ ഉണ്ടല്ലോടാ. 5 മിനിറ്റേ ഉള്ളു. അടിച്ചങ്ങ് തീർത്താലോ. ഉണ്ടോടാ അടിക്കാൻ. ഇപ്പോഴാണ് സമാധാനത്തോടെ ഇരിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ അംസ നീ ഇതിന്ന് പഠിക്കരുത്. നീ ഒരു വീഴ്ചയും കൂടെ വീഴണം. നീ എക്സ്പ്ലക്സിലോട്ട് കയറിയ ഇപ്പൊ തന്നെ ഇങ്ങനെ പഠിച്ചില്ലേ? ഇത് എന്തിനും പഠിച്ചില്ല. ഒന്നുകൂടെ കേൾക്കബി കാരണം അവിടെ കയറി കഴിഞ്ഞാൽ നല്ല വീഴ്ച വീഴും. അടി കൊള്ളിക്കാനല്ലോ. അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് വീഴ്ചയാണ്. കരകയറില്ല. എന്റെ നിഷാംബ്രോ എവിടെ? ഗോൾ അടിച്ച നിഷാംബ്രോ. പ്രശ്നമൊന്നുമില്ല. നിഷാംബ്രോ ഉണ്ടായി. നിഷാംബ്രോട് ഒരു വാക്ക് പറഞ്ഞാൽ മതിയല്ലോ. അവിടെ കഷ്ടപ്പെട്ടല്ലടാ ഗ്യാങ്ങിന് വേണ്ടിട്ട്. പ്രശ്നമില്ലാത്ത ഗെയിംസ്. ഗ്യാങ് ഫണ്ട് കളക്ഷനൊക്കെ ഉണ്ടായിരുന്നോടാ ദോസ്തേ? ഇപ്പൊ ഈ ആഴ്ചയിലാണ് കണ്ടുവച്ചാൽ ഹംസാടാ നിങ്ങക്ക് ഗ്യാങ് ഫണ്ട് കളക്ഷനൊക്കെ ഉണ്ടായിരുന്നാ? ഇല്ല വലുതായിട്ടില്ല. ഈ ആക്കൊക്കെ ഇത്ര നാളെ ശേഷം ഇന്നലെ കഴിഞ്ഞ ഇറക്കാൻ കണ്ട് ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് അങ്ങോട്ട് വെച്ചായിരുന്നു. എത്ര രൂപ മേടിക്കും ഡെക്കു? ഡെക്കോല വയ്ക്കുന്ന ഡെക്കോ അത്ര ഗ്യാങ് ഫണ്ട് വയ്ക്കൂല. നമ്മള് ഗ്യാങ് ഫണ്ട് ഞാൻ വെച്ചാലേ ഗ്യാങ് ഫണ്ട് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഇങ്ങനെ നിങ്ങളെ കോലീഡർ ആരൊക്കെ ഇരുന്ന്? നീ കോലീഡർ അല്ലായിരുന്നു? ഞാൻ ഒരു കോലീഡർ ഉണ്ടായിരുന്നു. പിന്നെ സിയ ഒരു കോലീഡർ ആയിരുന്നു. പിന്നെ തോമയായിരുന്നു. തോമ ഒരു കോലീഡർ. പിന്നെ ഡെക്കു ലീഡർ. ആദ്യമായിട്ട് നമ്മള് പെണ്ണ് പള്ളി എടുക്കുന്നതാണെന്ന്. കോലീഡർ ആയിരുന്നു. ചെഫ് കേറാൻ പറയുന്നേ. ചെഫ് കേറാൻ പറയാൻ ഇവര് എവിടെയും ക്യാരക്ടറാണ് ഇഷ്ടമാണ്. നമ്മളപ്പോ ഒരു ചെറിയ പരിപാടി പോയിട്ടോടാ. നാളെ നമ്മള് സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പാവണ്ണ ഇവരെയൊക്കെ ആണല്ലോ നമ്മള് ഉറപ്പിച്ചത്. ഇവരൊക്കെ ആ ഗോസ്റ്റോട് പാവം. തലേ കുത്തിയേക്ക് വീട് എന്ത് കളിയാ. എന്നാ നീ എന്തിനു ചൊതുങ്ങി എന്റെ സാമാനത്തിന്റെ ഇടക്കിറുന്നത്? അല്ല അതേ അവിടെ കിടന്നാ മതി. പയ്യ അങ്ങ് ചൊതുങ്ങി വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ നിഷാംബ്രോ അവിടെ ഉണ്ടെന്ന്. ഒരു വണ്ടി ഇടിച്ച്